പശ്ചിമേഷ്യയുടെ ഭൂപടത്തെയും ലോകക്രമത്തെയും തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു വൻ യുദ്ധത്തിൻ്റെ നിഴലിലാണ് ഇന്ന് ലോകം. 1979 ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ മുതൽ ആരംഭിച്ച ദീർഘകാല ശത്രുതയുടെ ബാക്കിപത്രമാണ് ഇന്ന് നാം കാണുന്ന ഈ യുദ്ധം. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയുടെയും കുടുംബാംഗങ്ങളുടെയും മരണം കൂടെയായപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും സാങ്കേതികമായി ഏറെ മുൻപിൽ നിൽക്കുന്ന ഇസ്രായേലും ചേർന്ന് ഇറാന്റെ പരമാധികാരത്തിന് മേൽ നടത്തുന്ന ഈ ആക്രമണത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്കും ഇനി ലോകത്തിൻ്റെ ഭാവി എന്താകാനാണ് സാധ്യതയെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 1979 മുൻപ് ഇറാനും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മുഹമ്മദ് റസാ ഷാ പഹ്ലവിയുടെ രാജഭരണകാലത്ത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ പങ്കാളിയായിരുന്നു ഇറാൻ. എത്രത്തോളമാണെന്ന് വെച്ചാൽ അമേരിക്ക തങ്ങളുടെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ, ഉദാഹരണത്തിന് F-11 ടോം ക്യാറ്റ് വിമാനങ്ങൾ പോലും അക്കാലത്ത് നൽകിയിരുന്ന ഏക രാജ്യം ഇറാനായിരുന്നു. പശ്ചിമേഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് സ്വാധീനം തടയാനുള്ള അമേരിക്കയുടെ തൂണായി ഇറാൻ പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷേ ഷാ ഭരണകൂടത്തിൻ്റെ അമിതമായ പാശ്ചാത്യവൽക്കരണവും സാമ്പത്തിക അസമത്വവും രഹസ്യ പോലീസായ സവാക്കിൻ്റെ ക്രൂരതകളും ജനങ്ങളെ പ്രകോപിപ്പിച്ചിരുന്നു. പ്രവാസത്തിലായിരുന്ന ഖൊമേനി തിരികെ വരികയും ഇസ്ലാമിക നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണകൂടം വിഭാവനം ചെയ്യുകയും ചെയ്തു. ഇത് കേവലം ഒരു രാഷ്ട്രീയ മാറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് അമേരിക്കൻ വിരുദ്ധതയിലൂന്നിയ ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തിന് തുടക്കമായിരുന്നു. അങ്ങനെ 1979 ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക് റവല്യൂഷൻ ഷാ ഭരണകൂടത്തെ പുറത്താക്കിയതോടെ എല്ലാം മാറിമറിഞ്ഞു. ഇതേ വർഷം ടെഹ്റാനിലെ അമേരിക്കൻ എംബസി പിടിച്ചെടുക്കുകയും 52 നയതന്ത്രജ്ഞരെ 444 ദിവസത്തോളം തടങ്കലിലിടുകയും ചെയ്തതോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എന്നേക്കുമായി തകർന്നു. 1979 നവംബർ 4 ഈ സംഭവം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ചികിത്സക്കായി ഷാ പഹ്ലവിയെ അമേരിക്കയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു ഇറാനെ പ്രകോപിപ്പിച്ചത്. ഷായെ വിചാരണക്കായി വിട്ടുകൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. ഇതുകൂടാതെ 1979 മുൻപ് ഇസ്രായേലുമായി ഇറാൻ രഹസ്യമായെങ്കിലും നല്ല ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ വിപ്ലവത്തിന് ശേഷം ഇസ്രായേലിനെ അംഗീകരിക്കാത്തത് ഇറാന്റെ ഔദ്യോഗിക നയമായി മാറി. അങ്ങനെ ഇസ്രായേലും ഇറാനും ശത്രുക്കളായി മാറുകയായിരുന്നു. ദശകങ്ങളായി ഈ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധം ചെയ്തിരുന്നില്ലെങ്കിലും സിറിയ, ലെബനൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിഴൽ യുദ്ധങ്ങൾ തുടർന്നിരുന്നു. ഇതാണ് ഇറാൻ അമേരിക്ക ഇസ്രായേൽ ബന്ധങ്ങൾ തകർന്നതിന് പിന്നിലെ പ്രധാന ചരിത്രം. ഇന്ന് നടക്കുന്ന ഈ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ട്രംപും അമേരിക്കയുമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെങ്ങനെയാണെന്ന് വ്യക്തമായി പറഞ്ഞുതരാം. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ കാരണമായി അമേരിക്കയും ഇസ്രായേലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇറാന്റെ ആണവ പദ്ധതിയാണ്. 2015 ബറാക് ഒബാമയുടെ കാലത്ത് ഒപ്പിട്ട ആണവ കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം അഥവാ യുറാനിയം എൻറിച്ച്മെൻറ്റ് പരിമിതപ്പെടുത്താൻ സമ്മതിച്ചിരുന്നു. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനും വേണ്ടിയാണ് ഇറാൻ ഈ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത്. ഇനി യുറാനിയൻ എൻറിച്ച്മെൻറ്റ് എന്താണെന്ന് വളരെ സിമ്പിളായി പറഞ്ഞാൽ, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സാധാരണ യുറേനിയത്തെ ശുദ്ധീകരിച്ച് അതിലെ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഘടകത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണിത്. ഒരു രാജ്യം 20% മുകളിൽ യുറേനിയം സമ്പുഷ്ടമാക്കാൻ തുടങ്ങിയാൽ അവർ അണുബോംബ് നിർമ്മാണത്തിലേക്ക് നീങ്ങുകയാണെന്ന് നമുക്ക് സംശയിക്കാം. പക്ഷേ 2018 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ലോകരാജ്യങ്ങൾ പോലും അമ്പരന്ന ഒരു തീരുമാനമായിരുന്നു ഇത് ഇറാനെ പ്രകോപിപ്പിക്കുകയും അവർ കരാറിലെ നിബന്ധനകൾ ലംഘിച്ച് യുറേനിയം എൻറിച്ച്മെൻറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. പക്ഷേ 2015 മുതൽ 2018 വരെ ഇറാൻ കരാറിലെ നിബന്ധനകൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അഥവാ IAEA പല തവണ അമേരിക്കയോട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ഇറാന്റെ യുറേനിയം എൻറിച്ച്മെൻറ്റ് വെറും 3.67% മാത്രമായിരുന്നു. എന്നാൽ അമേരിക്ക പിന്മാറുകയും വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തതോടെ കരാർ പാലിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുമില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ നീങ്ങി. 2025 അവസാനത്തോടെ ഇറാൻ 90% വരെ സമ്പുഷ്ടീകരണ യുറേനിയം ശേഖരിച്ചുവെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ ഈ അളവ് മതിയാകും.
ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റെഡ് ഫ്ലാഗ് ആയിരുന്നു. 2026 ഫെബ്രുവരിയിൽ ഇറാൻ തങ്ങളുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്താൻ ഒരുങ്ങുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചതോടെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്ക് തുടക്കമിട്ടത്. ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളും തന്ത്രങ്ങളും ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് അത്യാധുനികമാണ്. അമേരിക്കയുടെ പക്കൽ ലോകത്തിലെ ഏറ്റവും മികച്ച പോർ വിമാനങ്ങളായ F-35 ലൈറ്റ്നിംഗ് II ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നിവയുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ സൈബർ കപ്പാസിറ്റി ഉപയോഗിച്ച് ഇറാന്റെ വാർത്താവിനിമയ സംവിധാനങ്ങളെയും വൈദ്യുതി നിലയങ്ങളെയും തകർത്തിരുന്നു. ഇതിന് മറുപടിയായി ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരം പുറത്തെടുത്തു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമാണ്. 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഖൈബർ ഷെക്കൻ മിസൈലുകൾക്ക് ഇസ്രായേലിലെ ഏത് നഗരത്തെയും ലക്ഷ്യം വെക്കാൻ സാധിക്കും. കൂടാതെ ഇറാന്റെ ഷാഹദ് ഡ്രോണുകൾ കുറഞ്ഞ ചിലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നവയാണ്. ഈ ഡ്രോണുകൾ കൂട്ടത്തോടെ അയച്ച് ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാൻ ഇറാന് സാധിക്കും. ഈ സൈനിക നീക്കത്തിന് പിന്നിൽ കേവലം സുരക്ഷ മാത്രമല്ല, ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അഥവാ ഹിഡൻ അജണ്ടകൾ കൂടെയുണ്ടെന്ന് നമുക്ക് പല രാഷ്ട്രീയ നിരീക്ഷണങ്ങളും നടത്തുമ്പോൾ മനസ്സിലാകും. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുക അഥവാ റെജീം ചേഞ്ച് എന്നത് അമേരിക്കയുടെ ദീർഘകാല ലക്ഷ്യമാണ്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ സഹായിക്കുന്നതിലൂടെ അവിടുത്തെ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താൻ അമേരിക്കയെ പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലെ ഏക സൈനിക ശക്തിയായി തുടരാൻ ഇറാനെ തകർക്കേണ്ടത് അനിവാര്യമാണ്. സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെ ഇസ്രായേലിനോടൊപ്പം ചേർത്ത് ഒരു പുതിയ പ്രാദേശിക സഖ്യം അഥവാ അബ്രഹാം അക്കോർഡിൻ്റെ വിപുലീകരണം രൂപീകരിക്കുക എന്നതും ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യമാണ്. ഇതിൻ്റെ എല്ലാം ഫലമായി ലോകം സാമ്പത്തികമായ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്നതാണ് സത്യം. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ 30% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളായ സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ എണ്ണക്കപ്പലുകൾ കടന്നുപോകുന്നത് ഇതിലൂടെയാണ്. ഈ പാത തടസ്സപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ ലഭ്യത പെട്ടെന്ന് കുറയും. നിലവിൽ ബാരലിന് $80 എണ്ണവില ഒറ്റയടിക്ക് $150 മുതൽ $200 വരെ എത്തിയേക്കാം. ഇത് ലോക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായിരിക്കും. അങ്ങനെ ഇന്ധനവില വർദ്ധിക്കുന്നത് കപ്പൽ, വിമാനം, ട്രക്കുകൾ എന്നിവയുടെ കോസ്റ്റ് വർദ്ധിപ്പിക്കുകയും കൃഷിയാവശ്യങ്ങൾക്കും ചരക്ക് നീക്കത്തിനും ഇന്ധനം അത്യാവശ്യമായതിനാൽ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുത്തനെ കൂടുകയും ചെയ്യും. ഇത് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ്. ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ 80% വിദേശത്ത് നിന്നാണ് വരുന്നത്. ഇതിൽ വലിയൊരു ഭാഗം ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. എണ്ണ കിട്ടാതാവുകയോ വില കൂടുകയോ ചെയ്താൽ ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 200 രൂപയ്ക്ക് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. ഏതൊരു യുദ്ധത്തിലും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്. ഇറാനിലെ ജനങ്ങൾ വർഷങ്ങളായി അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയായിരുന്നു. ഇപ്പോൾ നടക്കുന്ന ബോംബാക്രമണങ്ങൾ അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഒരു വെടിനിർത്തൽ ഉടൻ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ളയും കുടുംബാംഗങ്ങളുടെയും മരണം കൂടെയായപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് പരമാവധി ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുകയാണ്. റഷ്യയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ ഇത് ഒരു 3ാം ലോക മഹായുദ്ധമായി മാറിയേക്കാം. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാവുകയും ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്താൽ UN ഇടപെട്ട് ഒരു താൽക്കാലിക സമാധാന കരാറിലെത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയം ഇനി പഴയതുപോലെയാകില്ല. ഇസ്രായേലിന്റെ സുരക്ഷയും ഇറാന്റെ അതിജീവനവും തമ്മിലുള്ള ഈ പോരാട്ടം ലോകചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറും. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2018 ഏകപക്ഷീയമായി ആണവ കരാർ അഥവാ JCPOAയിൽ നിന്ന് പിന്മാറിയതാണ് ഇന്നത്തെ ഈ മഹാസംഘർഷത്തിന് വഴിമരുന്നിട്ട പ്രധാന ഘടകം. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയും മാനുഷിക ദുരന്തങ്ങളും ഒഴിവാക്കാൻ അടിയന്തര ഇടപെടലുകൾ അനിവാര്യമാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.